ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. കയ്പ മുളക് കറി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഞാനൊരു വലിയ ടൊമാറ്റോയാണ് എടുത്തത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, ഒരു സവാള എടുത്ത് മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. സവാളേനേക്കാളും കൂടുതൽ വേണ്ടത് തക്കാളിയാണ്. പിന്നെ ഒരു ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്തത്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. ഇത് ഞാൻ കയ്പ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് കടുകൊക്കെ പൊട്ടിത്തീർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. കയ്പൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കറി ഇഷ്ടമാവും. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക്. ഇനി ഇതൊന്ന് കുറച്ച് നേരം നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും ചേർത്തൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വാടിക്കിട്ടും. തക്കാളി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കുകയും ചെയ്യാം, എരിവിൻ്റെ കുറവുണ്ടെങ്കിൽ. ഒരു അര സ്പൂൺ മല്ലിപ്പൊടി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് വഴറ്റുക. എനിക്കാണെങ്കിൽ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല, അത്രയ്ക്കും ഇഷ്ടമാണ് ഈ കറി. എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിക്ക് പകരം സാധാ വാളംപുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പുളി ചേർക്കാതെ തക്കാളി കുറച്ചുകൂടി കൂടുതലിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കയ്പ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉലുവയൊക്കെ ചേർത്തത് ഒരു മീൻ കറിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കയ്പ വെന്തിട്ടുണ്ടോ നോക്കാം. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി വെന്തോ നോക്കട്ടെ. കയ്പ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തനി നാടൻ കയ്പക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.